ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. എഴുത്തും വായനയും അറിവിന്റെ അനിവാര്യതയാണ്. എല്ലാ തലത്തിലും എന്ന പോലെ എഴുത്തും വായനയും മാറുകയാണ് പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക്. അകാലത്തിൽ വിട പറഞ്ഞ പ്രിയ സുഹൃത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ എഴുത്തിന്റെയും വായനയുടെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ന്യൂനപക്ഷങ്ങളെയും നിരപരാധികളെയും വേട്ടയാടാൻ UAPA നിയമം ഉപയോഗിക്കരുതെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുന്നത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. ഇതിന്റെ പേരിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതായി പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം. റേഷൻ കാർഡില്ലാതെ ഉപഭോക്താക്കൾക്ക് അരി എത്തിച്ച് സപ്ലൈകോ. പ്രത്യേക അരിക്കട സജ്ജമായി. വാർത്തകൾ വിശദമായി. ന്യൂനപക്ഷങ്ങളെയും നിരപരാധികളെയും വേട്ടയാടാൻ UAPA നിയമം ഉപയോഗിക്കരുതെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഇക്കാര്യത്തിൽ പോലീസ് നിഷ്പക്ഷത പാലിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേപോലെ തന്നെ തീവ്രവാദം, അതിന് എതിരെയാണ് ഈ നിയമം ഇവിടെ കൊണ്ടുവരേണ്ടത്. നേരെ മറിച്ച് നിരപരാധികളുടെ മേലിൽ ഇതിന്റെ പേരിൽ കുറ്റം ചുമറ്റുന്നത് ഒരിക്കലും ശരിയല്ല. ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടാൻ ഈ ഇവിടെയുള്ള നിയമപാലകരായ പോലീസുകാർ നിഷ്പക്ഷത പാലിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ദേശീയ സെമിനാറിൽ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മുതലക്കടത്ത് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രക്ഷോഭം ജനുവരി 5 നടത്താൻ പോവുകയാണ്. ജനുവരി 6 മുതലക്കടത്ത് നടത്താൻ പോവുകയാണ്. പോലീസാണ് സമാധാനം ഉണ്ടാക്കി തീർക്കേണ്ട ആളുകൾ. നിഷ്പക്ഷത പാലിക്കണം, അതാ പറഞ്ഞു പോലീസ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണോ? ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക എന്നത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണെന്നും അതിന്റെ പേരിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. അകാലത്തിൽ മരണപ്പെട്ട യുവ മാധ്യമപ്രവർത്തകൻ ജിബിനായി സുഹൃത്തുക്കൾ ഒരുക്കിയ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അകാലത്തിൽ പൊലിഞ്ഞുപോയ യുവ മാധ്യമപ്രവർത്തകൻ ജിബിൻ പി മൂഴിക്കലിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു. 2015 ഡിസംബർ 22-നാണ് വിനോദയാത്രയ്ക്കിടെ പതങ്കയത്ത് ദീപിക ദിനപത്രത്തിലെ സീനിയർ റിപ്പോർട്ടറായിരുന്ന ജിബിൻ മുങ്ങി മരിച്ചത്. ജിബിൻ ഓർമ്മ അനുസ്മരണ സമ്മേളനം വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് എഴുത്ത്, വായന, സമൂഹം എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാറും നടന്നു. സെമിനാറിൽ ജേക്കബ് തോമസ് വിഷയാവതരണം നടത്തി. എഴുത്തും വായനയും ഇന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞുവെന്നും എഴുതാൻ ഏതു മാധ്യമം ഉപയോഗിച്ചാലും എഴുതുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ന് അഴിമതിക്കെതിരായ എഴുത്തുകൾ നിറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില മാധ്യമങ്ങൾ എഴുതുന്നത് ചിലപ്പോൾ കുറഞ്ഞു കാണുന്നതിന്റെ കാര്യം ഇപ്പോൾ ആ മൊബൈൽ ആപ്പിൽ ഓരോ ദിവസവും എത്രയോ പോസ്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. റൈസിംഗ് കേരള, വിസിൽ നാവ് എന്നുള്ള ആപ്പുകളിൽ അവിടെ അഴിമതി കാണിച്ചു, ഇവിടെ അഴിമതി കാണിച്ചു, ഡിപ്പാർട്ട്മെന്റ് തിരിച്ച്, ജില്ല തിരിച്ച് ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട്. പത്രം, പുസ്തകം, പ്രിന്റ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്ത് എന്നുള്ളൊരു യുഗം ഇപ്പൊ ഏകദേശം ഒരു ട്രാൻസിഷൻ ഫേസിലാണ്.
അതിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നപ്പോഴത്തേക്കും അത് മോർ ലിക്വിഡ് ആണ്, മോർ ഫ്ലൂയിഡ് ആണ്. തുടർന്ന് നടന്ന ചർച്ചയിൽ UAPA ചുമത്തിയ കേസുകൾ ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക എന്നത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണെന്നും അതിന്റെ പേരിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരിന്റെ അധ്യക്ഷതയിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. അനുസ്മരണ സമ്മേളനത്തിൽ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരും ജിബിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. റേഷൻ കാർഡില്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് അരി എത്തിക്കാൻ സപ്ലൈകോ പ്രത്യേക അരിക്കട പ്രവർത്തനം ആരംഭിച്ചു. കോവൂരിലെ അരിക്കട ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ ഉദ്ഘാടനം ചെയ്തു. 25 രൂപ സബ്സിഡിയോടുകൂടിയാണ് അരി ലഭ്യമാകുന്നത്. റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ APL BPLകാർക്ക് അരി ലഭ്യമാകുമെന്നതാണ് സപ്ലൈകോ അരിക്കടയുടെ പ്രത്യേകത. 25 രൂപ സബ്സിഡിയോടുകൂടിയാണ് FCI വഴി വാങ്ങിയ പുഴുങ്ങലരി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. കോവൂരിലെ സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ അരിക്കട മന്ത്രി P. തിലോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ അരിക്കട പ്രയോജനകരമാകുമെന്നും സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സപ്ലൈകോ സേവനം പാവപ്പെട്ടവരിൽ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യക്കാർക്ക് ന്യായമായി ലഭിക്കത്തക്ക വിധത്തിൽ കാർഡിന്റെ വ്യവസ്ഥ ഇല്ലാതെ തന്നെ കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരോടും നിർദ്ദേശിച്ചിരിക്കുകയാണ്. അരിയുടെ വില കൂടിയതിന് വേറൊരു കാരണം നമ്മുടെ റേഷൻ വിതരണത്തിലുണ്ടായിട്ടുള്ള പാകപ്പിഴകളാണ്. പാകപ്പിഴകളെന്ന് പറഞ്ഞാൽ NFS ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നവംബർ മാസം മുതൽ നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അരിയില്ല എന്ന് കേന്ദ്രം പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ വളരെ ധൃതി പിടിച്ച് അരി വിതരണം ചെയ്യേണ്ടി വന്നു. അത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അരി കൊടുക്കണം. ചടങ്ങിൽ കൌൺസിലർ MM പത്മാവതി, സപ്ലൈകോ കോഴിക്കോട് മേഖലാ മാനേജർ VV സുനില, ജില്ലാ സപ്ലൈ ഓഫീസർ K. രവീന്ദ്രൻ, നാരായണൻ മാസ്റ്റർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രത്യേക അരിക്കട വഴി റേഷൻ കാർഡിൽ സബ്സിഡിയോടുകൂടി ജയ, കുറുവ, പച്ചയരി തുടങ്ങിയവയാണ് ലഭിക്കുന്നത്. സബ്സിഡിയില്ലാതെ വെള്ളക്കുറുവ, മഞ്ഞക്കുറുവ, പൊന്നി, ബിരിയാണി അരി, ഗീ റൈസ് എന്നിവയും ലഭിക്കും. ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം അരിക്കടയുടെ സേവനം ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അരി വിതരണം അട്ടിമറിക്കാൻ സംഘടിത ശ്രമം നടന്നതായി മന്ത്രി P. തിലോത്തമൻ. വിഷയവുമായി ബന്ധപ്പെട്ട പോരായ്മകൾ പരിഹരിക്കുമെന്നും അരി വിതരണം കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ അരി വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മന്ത്രി തുറന്നടിച്ചത്. അരി വിതരണം അട്ടിമറിക്കാൻ സംഘടിത ശ്രമം നടന്നുവെന്ന് ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ പറഞ്ഞു. പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഉയർന്നുവന്നിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട പോരായ്മകൾ പരിഹരിക്കുമെന്നും അനർഹർ ഇല്ലാതെ കുറ്റമറ്റ രീതിയിൽ ലിസ്റ്റ് പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പാവങ്ങളുടെ റേഷൻ ഫലപ്രദമായി വിതരണം ചെയ്യാൻ സപ്ലൈകോ ജീവനക്കാർ യത്നിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതെല്ലാം സൂക്ഷ്മമായ നിരീക്ഷണത്തിന്, പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഈ കാര്യങ്ങൾ വളരെ വളരെ വേഗത്തിൽ നമ്മൾ ചെയ്യുകയാണ്. ആ അരിവിതരണത്തെയാണ് അട്ടിമറിക്കാൻ ഇവിടെ സംഘടിതമായ ശ്രമം ഉണ്ടായത്. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അർഹതപ്പെട്ടവർ ഒരാൾ പോലും ഒഴിഞ്ഞു പോവാത്ത, അനർഹർ ഒരാൾ പോലും ഇല്ലാത്ത ഒരു കുറ്റമറ്റ പ്രയോറിറ്റി ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. സംസ്ഥാന പ്രസിഡന്റ് G. ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി A. ജോൺസൺ, മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, M. രാജൻ, B. പത്മകുമാർ, K. മനോജ് കുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പരാതികൾക്ക് അതീതമായ ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കുക, ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴുവൻ തസ്തികകളും വകുപ്പിൽ തന്നെ നിലനിർത്തുക, ഭക്ഷ്യധാന്യ സംഭരണ വിതരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ തസ്തികകളും വകുപ്പിൽ തന്നെ സൃഷ്ടിക്കുക, ആ തസ്തികകളിൽ വകുപ്പിലെ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം വർത്തമാന കേരളത്തിൽ എന്ന വിഷയത്തിൽ സെമിനാറും അരങ്ങേറി. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ?
എന്ത്? കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കേരള ഭാഗവി മജ്ലിസുൽ ഉലമായുടെ ദേശീയ ഫിഖ് കോൺഫറൻസ് കോഴിക്കോട് നടന്നു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. കേരള ഭാഗവി മജ്ലിസുൽ ഉലമായുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ദേശീയ ഫിഖ് കോൺഫറൻസ് നടന്നു. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന കോൺഫറൻസ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒന്നിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രഗത്ഭ പണ്ഡിതന്മാരും മഹത് വ്യക്തിത്വങ്ങളും കോൺഫറൻസിൽ സംബന്ധിച്ചു. ഇന്ന് ലോകം നേരിടുന്ന സുപ്രധാന വിഷയങ്ങളുടെ ഇസ്ലാമിക മാനങ്ങളും വിധികളും കോൺഫറൻസിൽ ചർച്ച ചെയ്തു. മൌലാന സയ്യിദ് അലി ഹസ്രത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുൽ ലൈലി, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് PKP അബ്ദുസലാം ഭാഗവി കണ്ണൂർ, കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് NK മുഹമ്മദ് ഭാഗവി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് VM മൂസ മൌലവി തുടങ്ങി മതപണ്ഡിതന്മാരും വിവിധ സംഘടനാ നേതാക്കളും കോൺഫറൻസിൽ സംബന്ധിച്ചു. പ്രശസ്ത നിരൂപകനായിരുന്ന പ്രൊഫസർ APP നമ്പൂതിരിയുടെ 25ാം ചരമവാർഷിക ദിനാചരണം കോഴിക്കോട്ട് നടന്നു. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുക്കിയ അനുസ്മരണ പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരൂപണത്തിലെ കൃത്യത ജീവിതത്തിലും പാലിച്ചു പോന്നിരുന്ന വ്യക്തിയായിരുന്നു പ്രൊഫസർ APP എന്ന് മേയർ അനുസ്മരിച്ചു. ബന്ധുക്കളും സുഹൃത്തുക്കളും ശിഷ്യരും ഉൾപ്പെടെ 100ഓളം പേരാണ് പ്രൊഫസർ APP നമ്പൂതിരിയുടെ 25ാം ചരമവാർഷിക ദിനാചരണത്തിൽ പങ്കെടുത്തത്. പ്രശസ്ത നിരൂപകനും വാഗ്മിയുമായിരുന്ന APP ഔചിത്യ ചിന്തയിലൂന്നിയ നിരൂപണമാണ് സാഹിത്യലോകത്തിന് സമ്മാനിച്ചിരുന്നത്. എഴുത്തുകാരന്റെ ഉദ്ദേശശുദ്ധിയെ തിരിച്ചറിഞ്ഞ നിരൂപകനെ ഏറെ പ്രസക്തിയോടെയാണ് അളകാപുരിയിൽ ചേർന്ന യോഗം അനുസ്മരിച്ചത്. നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക സദസ്സിലെ നിറസാന്നിധ്യമായിരുന്നു പ്രൊഫസർ APP എന്നും നിരൂപണത്തിലെ കൃത്യത ജീവിതത്തിലും അദ്ദേഹം പാലിച്ചു പോന്നിരുന്നുവെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അനുസ്മരിച്ചു. ഒരു കാലഘട്ടത്തിൽ 80-90കളിലൊക്കെ കോഴിക്കോട്ടെ മിക്കവാറും സാഹിത്യ സാംസ്കാരിക സദസ്സുകളിൽ ഒരു നിറസാന്നിധ്യമായിരുന്നു നമ്പൂതിരി സാർ. നിരവധി അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അത്രയും വിലയുള്ളതാണ്. അളന്നു തൂക്കി മുറിച്ച് നൽകുന്ന കൃത്യതയുള്ള ജീവിതത്തിൽ തന്നെ അത് പാലിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും കഴിയാത്ത. ഡോക്ടർ MM ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ KM പ്രിയദർശൻ ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. AP നളിനൻ, AP നവീനൻ, KP കുഞ്ഞിമൂസ, KF ജോർജ്, TP മമ്മു മാസ്റ്റർ, ആറ്റക്കോയ പള്ളിക്കണ്ടി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ശിഷ്യസംഗമം നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാർത്ഥികൾക്കിടയിലെ ആദ്യത്തെ ദുരന്ത നിവാരണ സേന കോഴിക്കോട്ട് തയ്യാറെടുക്കുന്നു. കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിലാണ് സ്റ്റുഡന്റ് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സിന്റെ മാതൃകാ പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസംബർ 23-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. വിദ്യാർത്ഥികൾക്കിടയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ ദുരന്ത നിവാരണ സേനയ്ക്ക് കോഴിക്കോട് ഒരുങ്ങുന്നു. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഏക ഗവൺമെന്റ് കോളേജായ കോടഞ്ചേരിയിലാണ് സ്റ്റുഡൻസ് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സിന്റെ മാതൃകാ പദ്ധതി തയ്യാറാകുന്നത്. ഉരുൾപൊട്ടൽ ഉൾപ്പെടെ നിരവധി പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയായ മലയോര മേഖല ഇനി യുവാക്കളുടെ രക്ഷാപ്രവർത്തനത്തിന് കീഴിലായിരിക്കും. JRC, NCC, സ്കൌട്ട്സ്, SPC, NSS തുടങ്ങിയ സ്കൂൾ തലങ്ങളിൽ ആരംഭിക്കുന്ന യുവജന സേനകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകുമെങ്കിലും 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെയാണ് സേനയിലേക്ക് തെരഞ്ഞെടുക്കുക. വിദ്യാർത്ഥികളെയും പ്രദേശവാസികളെയും ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് സജ്ജരാക്കുക, വിദഗ്ധരായ നാട്ടുകാരുടെ സഹായം ഉപയോഗപ്പെടുത്തുക, അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാ പുനരധിവാസ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന്റെയും ഉപവിഭാഗം എന്ന നിലയിൽ
പ്രാദേശിക ദുരന്ത നിവാരണം നിർവഹിക്കുക, സർക്കാർ ഇതര സേനാ വിഭാഗങ്ങൾ വഴിയും സ്ഥാപനങ്ങൾ മുഖേനയും ആവശ്യമായ ദുരന്ത നിവാരണ പരിശീലനങ്ങൾ നൽകുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇത് ജില്ലാതലത്തിൽ തന്നെ വ്യാപിപ്പിച്ച് നല്ല രീതിയിൽ ജില്ലയിലെ എല്ലാ ഇത്തരം ദുരന്ത നിവാരണങ്ങൾ ദുരന്തം വരുന്ന സമയത്ത് നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ സൗകര്യങ്ങളും അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്യും. അതിന്റെ കൂടെ അവർക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ചെയ്യും. എന്നെ പോലെ തന്നെ ബിൽഡിംഗ് ആയ സ്റ്റുഡൻസ് ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കണം പറഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം 23 രാവിലെ 10:30 കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും. ലോഗോ പ്രകാശനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും. സേനയുടെ രൂപവൽക്കരണത്തോടനുബന്ധിച്ച് 27, 28, 29 തീയതികളിൽ പരിശീലന ക്യാമ്പും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരിവരവ് കുറഞ്ഞതും റേഷൻ വിതരണത്തിലെ തകരാറും സംസ്ഥാനത്തിലെ അരിവില വർദ്ധിപ്പിച്ചെന്ന് മന്ത്രി പി തിലോത്തമൻ. എന്നാൽ അരി വിതരണം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സപ്ലൈകോയിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേക അരിക്കട വഴി കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് അരി നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ 25 രൂപയ്ക്ക് ജയ അരി സബ്സിഡി റേറ്റ് കൊടുക്കുന്നുണ്ട്. മറ്റിന അരിയും കൊടുക്കുന്നുണ്ട് സബ്സിഡി ആയിട്ട്. ആവശ്യത്തിന് അരി എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റിലും ഉണ്ട്. അതിനുപരിയായിട്ടാണ് കേന്ദ്രത്തിന്റെ താങ്ങുവിലക്കുള്ള അരി കൂടി എടുത്ത് അരിയും പച്ചരിയും എടുത്ത് അരിക്കട പോലെ ഞങ്ങൾ പ്രത്യേകമായൊരു ഔട്ട്ലെറ്റ് സംഘടിപ്പിച്ച് കൊടുക്കുന്നത്. അത് പല കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആന്ധ്രയിൽ നിന്നുള്ള അരി വരെ കുറഞ്ഞു, അവിടെ ധാന്യോൽപാദനം കുറഞ്ഞു എന്നാണ്. ആന്ധ്രയിൽ മാത്രമല്ല മറ്റു സ്റ്റേറ്റിലും. പിന്നെ ഇവിടുത്തെ റേഷൻ വിതരണത്തിൽ ചില തകരാറുകൾ ഉണ്ടായല്ലോ. ആദ്യത്തെ നവംബർ മാസം അട്ടിക്കൂലി പ്രശ്നത്തിന്റെ പേരിൽ തൊഴിലാളികൾ ലോഡ് കയറ്റി തന്നില്ല. അതുകൊണ്ട് സമയത്ത് അരി നമ്മുടെ റേഷൻ കടയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ആ വിഷയം 2 ദിവസം മുമ്പ് തീർന്നു. ഇപ്പോൾ നവംബർ മാസ വിതരണം ഏതാണ്ട് തീരാറായി. ഡിസംബർ മാസ അരി വിതരണം തുടങ്ങിക്കഴിഞ്ഞു മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലും. ഈ മാസം കൊണ്ട് തന്നെ ഡിസംബർ മാസം പൂർത്തിയാക്കും. എവിടെയെങ്കിലും മിച്ചം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടി സമയം കൊടുക്കും. എന്നാലും ഇനി അങ്ങനെ അരി 14.25 ലക്ഷം മെട്രിക് ടൺ ധാന്യവും നമ്മുടെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിയാൽ തീർച്ചയായും ഈ സാഹചര്യം ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പുറമെയാണ് ക്രിസ്മസ് കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പ്രത്യേകമായ അരിക്കട തുടങ്ങാൻ തീരുമാനിച്ച് അതങ്ങനെ തിരുവനന്തപുരത്ത് ഇന്നലെ തുടങ്ങി ഇവിടെ ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നല്ലളം നാസർ മദനിയുടെ വെള്ളിയാഴ്ചകളിലെ ഓർമ്മത്തെളിവുകൾ പുസ്തകം പ്രകാശനം ചെയ്തു. എം മുഹമ്മദ് മദനി ഹുസൈൻ മടവൂരിന് നൽകി പ്രകാശനം നിർവഹിച്ചു. നല്ലളം അബ്ദുൽ നാസർ മദനി രചിച്ച വെള്ളിയാഴ്ചകളിലെ ഓർമ്മത്തെളിമകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. വർത്തകമണ്ഡലം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി എം മുഹമ്മദ് മദനി പ്രകാശനം നിർവഹിച്ചു. ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഹുസൈൻ മടവൂർ പുസ്തകം ഏറ്റുവാങ്ങി. ഈ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ആദരിക്കുന്നു എന്നത് അതും ഒരു വലിയ സംഗതിയാണ്. കാരണം ആദരവ് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആദരിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ്. ഈ നിലക്കുള്ള ഈ ഒരു പരിപാടി ഇത്രയും ധന്യവും ഗംഭീരമുള്ളതുമായി തീർന്നതിൽ ഞാൻ പ്രത്യേകം സന്തോഷം അറിയിക്കുകയും
ഈ പുസ്തകം രചിച്ച ഗ്രന്ഥകർത്താവെന്ന് നാസർ മദനിക്കും. വിമോചനം സാഹിത്യവേദി സംഘടിപ്പിച്ച ചടങ്ങിൽ പാലത്ത് അബ്ദുറഹ്മാൻ മദനി അധ്യക്ഷം വഹിച്ചു. എം അഹമ്മദ് കുട്ടി മദനി, നിസാർ ഒളവണ്ണ, മെട്രോ അബ്ദുൽ ജബ്ബാർ, ആദം കാദിരിയത്ത്, പി ഫിറോസ് എന്നിവർ സംസാരിച്ചു. പള്ളികളിലും മദ്രസകളിലും ദീർഘകാലമായി സേവനം ചെയ്യുന്ന 9 പേരെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് ചേവരമ്പലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെയർ ആൻഡ് ലേൺ ഇന്റർനാഷണൽ സ്കൂളിന്റെ 3ാം വാർഷികം ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നടന്നു. ഡേ കെയർ, പ്ലേ ക്ലാസ്, LKG, UKG ക്ലാസുകളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട് ചേവരമ്പലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെയർ ആൻഡ് ലേൺ ഇന്റർനാഷണൽ സ്കൂളിന്റെ 3ാമത് വാർഷികം ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നടന്നു. ഡേ കെയർ, പ്ലേ ക്ലാസ്, LKG, UKG ക്ലാസുകളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. പ്രിൻസിപ്പൽ ഉഷ ഹരിദാസ്, ധന്യ രതീഷ്, ഷേളി ബൃന്ദ, വിനി സുനിൽ, സീമ സെറിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി ശബരിമല വിശേഷങ്ങൾ. ശബരീശ സന്നിധിയിൽ പഞ്ചാരിയിലൂടെ സമർപ്പണം നടത്തി കുട്ടന്മാരാരും സംഘവും. 2.5 മണിക്കൂർ നീണ്ടുനിന്ന മേളം ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ഭക്തരും ഒത്തുകൂടി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വഴിപാടിന്റെ ഭാഗമായാണ് സന്നിധാനത്ത് പഞ്ചാരി മേളം കൊട്ടിക്കയറിയത്. ചെറുശ്ശേരി കുട്ടന്മാരാരാണ് മേളത്തിന് നേതൃത്വം നൽകിയത്. അയ്യപ്പ ഭക്തരുടെ ശരണമന്ത്രങ്ങൾക്ക് പഞ്ചാരി മേളത്തിന്റെ അകമ്പടി കൂടിയായപ്പോൾ സന്നിധാനം അക്ഷരാർത്ഥത്തിൽ ഭക്തിസാന്ദ്രമായി. ശബരിമല സന്നിധാനത്തില് മേളത്തിനായിട്ട് വരുന്നത് ആദ്യത്തെ പോലെ ഞങ്ങൾ 51 പേരായിട്ടാണ് വന്നത്. കഴിഞ്ഞ വർഷം ഈ വർഷവും ഞങ്ങൾ 101 പേരുടെ ഒരു സംഘമായിട്ടാണ് എത്തുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പരിപാടിയിൽ ഞങ്ങളൊരു ശാസ്താവിനുള്ള ഒരു സമർപ്പണമായിട്ടാണ് ഈ മേള പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. 101 പേരാണ് മേളത്തിൽ പങ്കെടുത്ത് വിസ്മയം തീർത്തത്. ഇത് 3ാം തവണയാണ് ചെറുശ്ശേരി കൂട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള സംഘം ശാസ്താവിന് മുമ്പിൽ മേളത്തിലൂടെ സ്വയം സമർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ഇനി ബിസിനസ് വാർത്തകൾ. കാലിക്കറ്റ് ടയേഴ്സിൽ മിഷ്ലിൻ ടയേഴ്സുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ സംരംഭത്തിന് തുടക്കമായി. മിഷ്ലിൻ ഇന്ത്യ കൺട്രി മാനേജർ രജനീഷ് ജസ്മൽ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തൊണ്ടയാട് രാമനാട്ടുകര ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടയേഴ്സിൽ മിഷ്ലിൻ ടയേഴ്സുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ സംരംഭത്തിന് തുടക്കമായി. മിഷ്ലിൻ ഇന്ത്യ കൺട്രി മാനേജർ രജനീഷ് ജസ്വൽ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മിഷ്ലിൻ റീജിയണൽ സെയിൽസ് മാനേജർ വിശാൽ കുമാർ സിംഗ്, കാലിക്കറ്റ് ടയേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ബഷീർ, കാലിക്കറ്റ് ടയേഴ്സ് പാർട്ണർ സുബൈദ് കൊളക്കാടൻ, യങ് ചേംബർ ഓഫ് കാലിക്കറ്റ് കൺവീനർ PA ആസിഫ്, ബിഷോപ്പ് പനങ്ങാട്, യങ് ചേംബർ മെമ്പർ അർഷാദ് അതിരാജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ സംരംഭത്തെക്കുറിച്ച് റീജിയണൽ സെയിൽസ് മാനേജർ വിശാൽ കുമാർ സിംഗ്. തൊണ്ടയാട് ബൈപ്പാസിലുള്ള ഞങ്ങളുടെ ഷോറൂം മിഷ്ലിൻ പ്രയോറിറ്റി പാർട്ണറായി ഇനാഗുറേഷനാണ് ഇന്ന്. മിഷ്ലിൻ ടയർ 4 ടയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് വാല്യബിളായുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ സർവീസും ചെയ്തു കൊടുക്കുന്നുണ്ട് കാർ റിലേറ്റഡ് ആയിട്ടുള്ള. To them for opening this very nice store. Michelin has some of the best tires in the world. They are very safe, they are very economical,
And again, we are very proud to associate with Calicut Labs. Congratulations on this store. 4 മിഷ്ലിൻ ടയറുകൾ വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളും മറ്റുൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവുമുണ്ടാകും. അപ്പോളോ, യോക്കോഹോമ, പിയറ്റ് തുടങ്ങിയ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കാലിക്കറ്റ് സൌത്ത് റോട്ടറി ക്ലബ്ബും സുബ്രഹ്മണ്യ നഴ്സിംഗ് ഹോമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൌജന്യ നടുവേദന ചികിത്സയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. 100ഓളം പേർക്ക് ചികിത്സയും 5 ദിവസത്തേക്കുള്ള ആയുർവേദ പച്ചമരുന്നും സൌജന്യമായി നൽകിക്കൊണ്ട് ഡോക്ടർ രാജരത്നം വൈദ്യരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സകൾ പുരോഗമിക്കുന്നത്. വാർഡ് കൌൺസിലർ MM ലത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സൌത്ത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് P രതീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷെരീഫ് മുഖ്യാതിഥിയായി. സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതവും ഗ്രീൻ ലീഫ് സർട്ടിഫിക്കേഷനും നേടിയിട്ടുള്ള സുബ്രഹ്മണ്യ നഴ്സിംഗ് ഹോം ഇത് 400 വർഷത്തെ പാരമ്പര്യം നിലനിർത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂനപക്ഷങ്ങളെയും നിരപരാധികളെയും വേട്ടയാടാൻ UAPA നിയമം ഉപയോഗിക്കരുതെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുന്നത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. ഇതിന്റെ പേരിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതായി പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം. റേഷൻ കാർഡില്ലാതെ ഉപഭോക്താക്കൾക്ക് അരി എത്തിച്ച് സപ്ലൈകോ. പ്രത്യേക അരിക്കട സജ്ജമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.